മറ്റൊരു വാർത്തയിലേക്ക്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ അതിജീവിതയുടെ ഫ്ളാറ്റ് വാങ്ങണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നതിന്റെ തെളിവുകൾ പുറത്ത്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. റോഷിപാൽ, എന്ത് തെളിവാണ് ലഭിച്ചിരിക്കുന്നത്? മാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ്, വാട്സ്ആപ്പ് ചാറ്റാണ്. ആ ചാറ്റിൽ പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഫ്ളാറ്റ് വാങ്ങാൻ നിർദ്ദേശം നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പാലക്കാട്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഫ്ളാറ്റ് വാങ്ങാൻ വേണ്ടി യുവതിയെ നിർബന്ധിക്കുന്നത്. ഫ്ളാറ്റ് 3 BHK ഫ്ളാറ്റ് വാങ്ങാനാണ് പറയുന്നത്. അപ്പോൾ അത്രയും സൗകര്യം വേണോ? 2 BHK ഫ്ളാറ്റ് മതിയല്ലോ എന്ന് ആവശ്യപ്പെടുമ്പോൾ അത് പോരാ, കൂടുതൽ സൗകര്യം വേണം എന്ന കടുംപിടുത്തത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു. അതും ഏതാണ്ട് 1 കോടിയിലേറെ രൂപയുള്ള ആഡംബര ഫ്ളാറ്റാണ് വാങ്ങാൻ വേണ്ടി ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നത്. അത് വലിയ സാമ്പത്തിക ചൂഷണത്തിന്റെ തെളിവ് കൂടിയാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പലതവണ ഈ പെൺകുട്ടിയെ സാമ്പത്തിക ചൂഷണം ചെയ്യുകയും സാമ്പത്തിക ചൂഷണത്തിന് ശ്രമിക്കുകയും ചെയ്തതിന്റെ ഏറ്റവും പ്രധാന തെളിവായി ഈ സാമൂഹ്യ മാധ്യമത്തിലെ ചാറ്റ് മാറും. റോഷിപാൽ, പലതരത്തിൽ ചൂഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ സാമ്പത്തികമായിട്ടുള്ള ചൂഷണവും വലിയ രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഈ പല സാധനങ്ങളടക്കം, ഈ ഫ്ളാറ്റ് വരെ എത്തിയിട്ടുള്ള സാധനങ്ങളടക്കം ഒരുപാട് കാര്യങ്ങൾ ഈ പണം വാങ്ങിയിട്ടുണ്ട്. ചെരുപ്പിനടക്കം 10,000 രൂപയടക്കം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും അതിജീവിത കൃത്യമായിട്ട് തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഇപ്പോൾ ഈ കോടികൾ വരുന്ന ഫ്ളാറ്റിന്റെ ആവശ്യവും ഉന്നയിച്ചിരുന്നത്. പക്ഷേ അത് നൽകാൻ പൈസ ഇല്ല, അതുകൊണ്ട് ആ ഫ്ളാറ്റ് വാങ്ങാനുള്ള നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു എന്നുകൂടി ആ എഫ്ഐആറിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ തെളിവുകൾ കൃത്യമായി തന്നെ അതിജീവിത നൽകിയിട്ടുണ്ടല്ലേ? അങ്ങനെയാണ്, അത് നൽകിയിട്ടുണ്ട്. ഇത് 2024 ഡിസംബർ 20-നാണ് ഈ ചാറ്റ് നടക്കുന്നത്. ഇങ്ങനെ ഒരു ആശയവിനിമയം ഇവർ തമ്മിൽ നടക്കുന്നത്. ഫ്ളാറ്റിന്റെ വിശദാംശങ്ങൾ, ബിൽടെക് എന്ന ഫ്ളാറ്റിന്റെ വിശദാംശങ്ങൾ 12ാം നിലയിലുള്ള പ്രപ്പോസൽ ഉൾപ്പെടെ അതിന്റെ PDF രാഹുൽ മാങ്കൂട്ടത്തിൽ അയക്കുന്നു. അതിനുശേഷം അവർ തമ്മിലുള്ള ചർച്ചകളാണ്. ഇതിന്റെ പേയ്മെന്റ് എങ്ങനെയാണെന്നുള്ളതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ. 2024 ഡിസംബറിനകം തന്നെ വാങ്ങണം. അത് കഴിഞ്ഞാൽ അതിൽ പേയ്മെന്റ്, അതിന്റെ പ്രൈസിൽ മാറ്റമുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇത്രയും സൗകര്യം ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ 3 BHK തന്നെ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. ഏതാണ്ട് 1 കോടിയിലേറെ രൂപയാണ്. അതുകൊണ്ടാണ് പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു. ഏതായാലും അത് വാങ്ങാനുള്ള ആലോചന നടന്നു. ഇടയിൽ പാലക്കാട്ടേക്ക് യുവതി വരികയും ചെയ്തു. പക്ഷേ പാലക്കാട് എത്തുമ്പോൾ ഗർഭിണിയാണ് യുവതി എന്ന് മനസ്സിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അവളെ ഒഴിവാക്കാൻ വേണ്ടി ഫോൺ ബ്ലോക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടന്നില്ല. അങ്ങനെ ആ യുവതി തിരിച്ചു പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് ഏറ്റവും പ്രധാന തെളിവാണ്. ഇരുവരും തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സാമ്പത്തിക ചൂഷണത്തിന് നിരന്തരം ശ്രമിച്ചതിന്റെ ഒരു തെളിവ് കൂടിയായി ഈ വാട്സപ്പിലെ ചാറ്റ് മാറും. റോഷിപാൽ, പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അതിജീവിത ഈ പരാതിയിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു തെളിവുകൾ എന്തൊക്കെയാണ് പുറത്തു വരാനുള്ളത്? ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, പലതവണ ആശയവിനിമയം നടത്തുമ്പോൾ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ പെൺകുട്ടിയോട് പണം ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ചെരുപ്പിന് 10,000 രൂപ വാങ്ങിക്കുന്നു, ഭക്ഷണത്തിന് പൈസ അത് ഏതാണ്ട് 10,000 വാങ്ങിക്കുന്നു. അങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് 5,000 രൂപ വാങ്ങിക്കുന്നു. പലവട്ടം അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ഇനം ബ്രാൻഡ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർബന്ധമായി എത്തിക്കണമെന്ന് പറയുന്നു. ഇതിനൊക്കെ ബ്ലാക്ക് മെയിലിംഗ് ആവുന്നു. കൂടുതൽ പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇതൊക്കെ പുറത്തറിയിക്കുമെന്ന് പറയുന്നു. അതിജീവിതയുടെ ഫ്ളാറ്റ് വാങ്ങണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.